ഗസയിൽ ഹമാസ് നിലനിൽക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗവൺമെൻറ് തലത്തിൽ അംഗീകാരം നൽകിയിട്ടില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ വ്യാപകമാണ്. പറയുന്ന കാര്യം മധ്യസ്ഥർ മുഖാന്തരവും ലോകാടിസ്ഥാനത്തിലും ചർച്ച ചെയ്യപ്പെട്ടത് ഹമാസ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ദികളെക്കുറിച്ചാണ്. അവരുടെ മോചനവും അതിൽ നിന്ന് മരണപ്പെട്ടവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഏകദേശം രൂപമായിട്ടുണ്ട്. പക്ഷേ ഈ 2 വർഷം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിച്ച ഹമാസ് വിഭാഗവുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പല സൈനികരും ഹമാസിൻ്റെ പിടിയിലാവുകയോ അതല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ട്. അത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന IDFൻ്റെ സൈനികരെയും യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ സൈനികരുടെ മൃതദേഹവും തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഹമാസിൻ്റെ കൈവശത്തിൽ വെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കൃത്യമായിരിക്കുന്ന ഒരു തെളിവ് അല്ലെങ്കിൽ വീഡിയോ സഹിതമുള്ള ഒരു രൂപം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അതവർക്ക് തെളിയിക്കാൻ സാധിക്കാത്തത്. അവസാനവട്ട ഈ ഖത്തർ ഉച്ചകോടിയിൽ അതിനെക്കുറിച്ചുള്ളൊരു സൂചന ഇസ്രായേൽ നൽകിയപ്പോൾ തന്നെ അതിന് തെളിവ് എവിടെ എന്ന് ഹമാസിൻ്റെ ആളുകൾ ചോദിച്ചു എന്നതും ഈ റിപ്പോർട്ടിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. തെളിവ് ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കാര്യത്തിൽ ഏറെക്കുറെ മൗനം പാലിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഹമാസ് ഗസയിൽ നിന്ന് പിന്മാറണം എന്നുള്ള കണിശമായിരിക്കുന്ന ഒരു നിലപാടൊന്നും ഇസ്രായേലിൻ്റെ കൈവശത്തിലില്ല. അത് ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മറുപടിയായിട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം തകർന്നിരിക്കുന്ന ഒരു ദേശമാണ് ഗസ എന്ന് പറയുന്നത്. അവിടെ ഒരു സൈനിക സംവിധാനം ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കും. കാര്യം എന്ന് വെച്ചാൽ വൈകാരികമായി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഗസയിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ ഭക്ഷണമില്ല, അവിടെ കുടിവെള്ളമില്ല, വസ്ത്രമില്ല, വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ഭരണ സംവിധാനം ഇല്ലെങ്കിൽ വലിയ പ്രയാസത്തിലാകും എന്ന് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ഇസ്രായേൽ സൈലൻ്റായി. ഇസ്രായേൽ സൈലൻ്റ് ആയത് അമേരിക്ക പറഞ്ഞ അതിനോടനുബന്ധിച്ചൊന്നുമല്ല, പകരം അവരുടെ ബന്ദികൾ ഇപ്പോഴും അവരുടെ സൈനികർ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശത്തിലുണ്ട്. പൂർണ്ണമായ രീതിയിൽ ഗസയിൽ വെച്ച് ഹമാസ് എന്ന് പറയുന്ന സൈനിക സംവിധാനം ഇല്ലാതാവുകയോ അവർ അപ്രത്യക്ഷമാവുകയോ ചെയ്താൽ തങ്ങളുടെ സൈനികരെ പിന്നീട് മോചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവർ തുടരുകയും തുടർന്നതിൻ്റെ ശേഷം ഈ കാര്യത്തിൽ പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ മാന്യമായിരിക്കുന്ന ഒരു ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യണം എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ മറ്റൊരു വകഭേദം എന്ന രീതിയിലാണ് ഹമാസിൻ്റെ നേതാവായിരിക്കുന്ന യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ഈ മൃതദേഹം ഹമാസ് ചോദിച്ച സമയത്ത് അത് വിട്ടു നൽകില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന മറുപടി. കുറച്ചും കൂടി കണിശമായ രീതിയിൽ മൃതദേഹം കത്തിച്ചുകൊണ്ട് അതിൻ്റെ ശരീരഭാഗങ്ങൾ നദിയിൽ ഒഴിക്കും എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും മൃതദേഹം അവരുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യം അവർ വീണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതിനാലും ഇത് തിരിച്ചു നൽകുകയില്ല എന്ന് പറഞ്ഞതിനൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോജിപ്പുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ വിഷയത്തോടനുബന്ധിച്ച് അതായത് ഇസ്രായേൽ സൈനികരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ യഹ്യ സിൻവാറിൻ്റെ മൃതദേഹം നൽകുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ യുദ്ധത്തോടനുബന്ധിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയത്തിനപ്പുറം ഒരുപാട് വേറെ വിഷയകാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് സാരം. ഇപ്പോൾ ഈ വിഷയം പറയാനുള്ള ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അവർ പറയുന്ന കാര്യം തങ്ങളുടെ ഈ ബന്ധുക്കൾ ഗസയിൽ സൈനിക സേവനത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചും ഒരു വ്യക്തതയില്ല. ഈ വ്യക്തത ഉണ്ടാക്കിത്തരണം എന്നുള്ളത് സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് പല ഘട്ടത്തിലും. അത് യുദ്ധഭൂമിയിലാകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും പുനൽ വന്നിരിക്കുന്നു. എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ തിരിച്ച് നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഗസ എന്ന് പറയുന്ന ദേശത്ത് ഹമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പ് വിഭാഗങ്ങൾ അവിടെ നിലയുറപ്പിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്ത് നടക്കുമെന്ന് ഇസ്രായേൽ തന്നെ കണക്ക് കൂട്ടുന്നു. ആ വിഷയങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
കുറച്ചും കൂടി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഘട്ടം ഘട്ടമായ രീതിയിൽ ഈ കാര്യം പറയാമെന്നുള്ളതാണ്. ഖത്തറിൽ ചർച്ചയിൽ വെച്ച് ഈ കാര്യം പറഞ്ഞ സമയത്ത് ഒരു വ്യക്തമായിരിക്കുന്ന മറുപടി നൽകാൻ വേണ്ടി സാധിച്ചില്ല. തെളിവ് ചോദിച്ചപ്പോൾ അവർ ആ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യം അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അത് ഒരു അവസാനത്തെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് തീരുകയില്ല. അത് പുനരിലെടുക്കുകയും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുകയും അതിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.